ഹായ് ഓൾ, നമ്മൾ നോക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ പാർട്ട് 1 ആണ് നമ്മൾ നോക്കുന്നത്. ഇന്നൊരു 29 ക്വസ്റ്റ്യൻ ഉണ്ട്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ, അതായത് 2 വീഡിയോ ആയിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് സാധാരണ ഒരുമാതിരിപ്പെട്ട എല്ലാ എക്സാമുകൾക്കും വരുന്നതാണ്. അപ്പോൾ UPSC എക്സാം ആണെങ്കിലും, അല്ലെങ്കിൽ RRBയുടെ എക്സാം ആണെങ്കിലും, അതല്ലെങ്കിൽ നമ്മുടെ സാധാ കേരള PSC ആണെങ്കിലും ഒക്കെ ഈ ലാഭവും നഷ്ടവും അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും കാണും. 1-2 ക്വസ്റ്റ്യനൊക്കെ കാണും ചിലപ്പോൾ. ഓക്കെ, നമുക്ക് ലാഭവും നഷ്ടവും എങ്ങനെ നമ്മൾ കണക്കാക്കുന്നത്? എപ്പോഴും ലാഭവും നഷ്ടവും നമ്മൾ കണക്കാക്കുന്നത് വാങ്ങിയ വില അനുസരിച്ചാണ് അല്ലേ. നമുക്ക് വാങ്ങിയ വില അനുസരിച്ചായിരിക്കും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, ലാഭവും നഷ്ടം കണക്കാക്കുന്നത്. ഡിസ്കൗണ്ട് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടില്ലേ? ഡിസ്കൗണ്ട് തരുന്ന എപ്പോഴാണ്? അയാൾ മേടിച്ച വിലയിലല്ല നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരുന്നത് അല്ലേ. കടയിലൊരു സാധനം ഇട്ടിട്ട് ഇപ്പോൾ നമ്മൾ 50% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ മേടിച്ച വിലയില്ല, കടക്കാരൻ മേടിച്ച വിലയിൽ നിന്നല്ല 50% തരുന്നത്. എന്താണ്? അയാളുടെ പരസ്യ വിലയിൽ നിന്നാണ് അല്ലേ. അയാൾ അത് വിറ്റുകൊണ്ടിരിക്കുന്ന വിലയിൽ നിന്നാണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരുന്നത്. അല്ലാതെ അയാൾ മേടിച്ച വിലയിൽ നിന്ന് 50% ഡിസ്കൗണ്ട് എന്നാൽ എന്തായാലും കടയ്ക്ക് നഷ്ടമായി പോകും അല്ലേ. ആ ഷോപ്പിന് ഭയങ്കര നഷ്ടമായി പോകും. അപ്പോൾ അയാൾ മേടിച്ച, അയാൾക്ക് നഷ്ടം വരാത്ത രീതിയിൽ തന്നെയാണ് അയാൾ വിൽക്കുന്ന വിലയിൽ നിന്ന് ആണ് നമുക്ക് എന്ത് തരുന്നത്, ഡിസ്കൗണ്ട് തരുന്നത്. അപ്പോൾ ഇത്ര ഓർത്തത്. അപ്പോൾ ലാഭവും നഷ്ടവും നിങ്ങൾ കണക്കാക്കുന്നത്, നമ്മൾ കണക്കാക്കുന്നത് മേടിച്ച വിലയിൽ നിന്നും, ഡിസ്കൗണ്ട് അനുവദിക്കുന്നത് എപ്പോഴും എന്ത് ചെയ്യുന്നതായിരിക്കും, പരസ്യ വിലയിൽ നിന്നും. അത് വിറ്റുകൊണ്ടിരിക്കുന്ന വിലയിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഡിസ്കൗണ്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരു കടക്കാരനാണെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് അതിൻ്റെ പരസ്യ വിലയിൽ നിന്നായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നിങ്ങളോട് പറയുകയാണ് ലാഭശതമാനം കണ്ടുപിടിക്കാൻ പറയുമെന്ന് വിചാരിക്കുക. ഓക്കെ, ലാഭശതമാനം കണ്ടുപിടിക്കാൻ പറയുകയാണ്. ഓക്കെ, ലാഭശതമാനം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാം? ലാഭശതമാനം. ഓക്കെ, ലാഭശതമാനം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യും. ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100, അങ്ങനെയാണ്. അപ്പോൾ ലാഭശതമാനം എന്ന് പറഞ്ഞാൽ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. അപ്പോൾ നഷ്ടശതമാനം എന്ന് പറഞ്ഞാൽ നഷ്ടം ബൈ വാങ്ങിയ വില അല്ലേ. ഞാൻ 2 വാങ്ങിയ വിലയിൽ നിന്നാണ് മേടിക്കുന്നത് പറഞ്ഞു തന്നു. ലാഭവും നഷ്ടവും നമ്മൾ കണക്കാക്കുന്നത് അല്ലേ. ലാഭം അല്ലെങ്കിൽ നഷ്ടം കണക്കാക്കുന്നത് വാങ്ങിയ വിലയിൽ നിന്നാന്ന് പറഞ്ഞു. നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100, മറന്നു പോകരുത്. നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ലാഭം കണ്ടുപിടിക്കാനാണെങ്കിൽ, ലാഭശതമാനം കണ്ടുപിടിക്കാനാണെങ്കിൽ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. നഷ്ടശതമാനം നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ലാഭവും നഷ്ടവും കണക്കാക്കുന്നത് വാങ്ങിയ വിലയുടെ അടിസ്ഥാനത്തിലാണ്. മനസ്സിലായോ? ലാഭവും നഷ്ടം കണക്കാക്കുന്നത് എവിടെയാണ്? വാങ്ങിയ വിലയുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ലാഭശതമാനം എന്ന് പറഞ്ഞാൽ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. നഷ്ടശതമാനം എന്ന് പറഞ്ഞാൽ നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഇനി അപ്പോൾ നമുക്ക് അടുത്ത എന്താണ്? ഡിസ്കൗണ്ട് ശതമാനം അല്ലേ. ഡിസ്കൗണ്ട്, നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കാണാറുണ്ട് കടയിലൊക്കെ. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രയാണ്? ഡിസ്കൗണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഡിസ്കൗണ്ട് ബൈ വാങ്ങിയ വിലയും വിറ്റ വിലയൊന്നും അല്ല. ഏത് വിലയാണ്? പരസ്യ വില. ഓക്കെ, പരസ്യ വില ഇൻറ്റു 100. ഓക്കെ, ഇതാണ് ഡിസ്കൗണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ബൈ പരസ്യ വില ഇൻറ്റു 100. അപ്പോൾ ലാഭശതമാനം എന്ന് പറഞ്ഞാൽ ലാഭവും നഷ്ടം കണക്കാക്കുന്നത് വാങ്ങിയ വിലയുടെ അടിസ്ഥാനത്തിലാണ്. ഡിസ്കൗണ്ട് കണക്കാക്കുന്നത് പരസ്യ വിലയുടെ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ലാഭശതമാനം സമം ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. നഷ്ടശതമാനം എന്ന് പറഞ്ഞാൽ നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ബൈ പരസ്യ വില ഇൻറ്റു 100. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 8000 രൂപ വിലയുള്ള ഒരലമാര 9000 രൂപയ്ക്ക് വിൽക്കുന്നു. ലാഭശതമാനം എത്ര? ഓക്കെ, ആ അലമാര മേടിച്ച വില എത്രയാണ്? 8000. വിറ്റ വില എത്രയാണ്? 9000. അപ്പോൾ ലാഭം എത്രയാണ് ഇവിടെ വരുന്നത്? ലാഭം വിറ്റത് 9000-നല്ലേ. 9000 മൈനസ് മേടിച്ച 8000. അപ്പോൾ എത്ര കിട്ടി? 1000 കിട്ടി. ലാഭം 1000 ആണ്. അപ്പോൾ ലാഭശതമാനം എത്രയായിരിക്കും? ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 അല്ലേ. ഓക്കെ, വാങ്ങിയ വില ലാഭം എത്രയാണ്? 1000 ബൈ വാങ്ങിയ വില 8000 ഇൻറ്റു 100. 0 പോയി അല്ലേ. അപ്പോൾ ഒരെണ്ണം പോയി. ഇപ്പോൾ 100/8 എന്ന് വരും. 100/8 എത്ര വരും നമുക്ക്? 100/8 നമുക്ക് ഒന്നോളം കട്ട് ചെയ്യാലോ. അപ്പോൾ 4 വെച്ച് കട്ട് ചെയ്ത് ഇവിടെ 2 വരും. 100 എന്ന് പറയുമ്പോൾ 25 4 100. അപ്പോൾ 25/2 അല്ലേ. 25/2 എത്രയാണ്? 12.5. അപ്പോൾ 12.5 അല്ലെങ്കിൽ 12.1/2% അല്ലേ. 12.1/2% അല്ലെങ്കിൽ 25ൻ്റെ പകുതി 12.5 അല്ലേ. അതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചേ? ലാഭശതമാനം കണ്ടുപിടിക്കാൻ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇനി 25000 രൂപ വിലയുള്ള ഒരു സാധനം എത്രയ്ക്ക് വിറ്റു? 30,000 രൂപയ്ക്ക് വിറ്റല്ലേ. 25,000 വില അയാൾക്ക് ആ സാധനത്തിനുള്ളൂ. 25,000 വിലയുള്ളൂ. പക്ഷേ നമ്മൾ വിറ്റ എത്രയാണ്?
30,000-നാണ് വിറ്റത് എങ്കിൽ ലാഭശതമാനം എത്ര? അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ലാഭശതമാനം സമം ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ലാഭം എത്രയാ? 30,000 മൈനസ് 25,000 അല്ലേ, ബൈ വാങ്ങിയ വില 25,000 ഇൻറ്റു 100 അല്ലേ. അപ്പം 30,000 മൈനസ് 25,000 എത്ര? 5,000. 5,000 ബൈ 25,000 ഇൻറ്റു 100 അല്ലേ. 2 0 പോയി, 2 0 പോയി, 1 0 ഇവിടുത്തെ പോയി, 1 0 ഇവിടുത്തെ പോയി. 25 20 അല്ലേ, 25 20 അല്ലേ, 500. ഓക്കെ. അപ്പോൾ എത്ര കിട്ടിയ ആൻസർ? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. 20%. നമുക്ക് 20% എന്ന് കിട്ടി. മനസ്സിലായോ? അപ്പോൾ ലാഭശതമാനം കണ്ടുപിടിക്കാൻ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ചെയ്താൽ മതി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. 50,000 രൂപയ്ക്ക് വാങ്ങി നമ്മൾ ടി വി മേടിച്ച്. 50,000 രൂപയ്ക്ക് വാങ്ങിയ ടി വി 52,500-ന് വിറ്റു. ലാഭം എത്ര ശതമാനം? ലാഭം സമം ലാഭം എന്ന് പറഞ്ഞാൽ ലാഭശതമാനം എന്ന് പറഞ്ഞാൽ ലാഭം ബൈ വാങ്ങിയ വില അല്ലേ. വാങ്ങിയ വില ഇൻറ്റു 100. ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 അല്ലേ ലാഭശതമാനം. ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. അപ്പോൾ ലാഭം എത്രയാണ്? ലാഭം എന്ന് പറഞ്ഞാൽ 52,500 മൈനസ് 50,000 അല്ലേ, ബൈ 50,000 ഇൻറ്റു 100. ഓക്കെ. 52,500 നിന്ന് പോയാൽ 2,500 ബൈ 50,000 ഇൻറ്റു 100. 2 0 പോയി, ഇവിടുത്തെ 2 0, ഇവിടുത്തെ 2 0. അപ്പോൾ എത്ര വരുന്നു? 5% അല്ലേ. അപ്പോൾ 5%. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. 5% കിട്ടിയല്ലേ. 2,500 ബൈ 5,000 50,000 ഇൻറ്റു 100. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. 30,000 രൂപ വിലയുള്ള ഒരു മെഷീൻ. 30,000 രൂപ വിലയുണ്ട്. 27,000 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര അല്ലേ. വില മേടിച്ചപ്പോൾ എത്രയായി? 30,000 രൂപയായി. 27,000 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ എന്തായാലും മേടിച്ച വിലയേക്കാളും കുറച്ചാണ് വിൽക്കുന്നതെങ്കിൽ നഷ്ടമാണെന്ന് അറിയാലോ അല്ലേ. 30,000 രൂപ ആയിരുന്നു വില. അത് വിറ്റപ്പോൾ 27,000 രൂപ അയാൾക്ക് കിട്ടിയോളൂ. അതായത് നഷ്ടത്തിലാണ് അത് വിറ്റത്. സെക്കൻഡ് ഹാൻഡ് വിൽക്കുന്നതെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ നഷ്ടത്തിലാണ് അയാൾ വിറ്റത്. അപ്പോൾ നമുക്ക് നഷ്ടശതമാനത്തിൻ്റെ ഇക്വേഷൻ അറിയാം അല്ലേ. നഷ്ടശതമാനം എന്ന് പറഞ്ഞാൽ നഷ്ടം ബൈ എന്താണ്? വാങ്ങിയ വില അല്ലേ. വാങ്ങിയ വില ഇൻറ്റു 100. നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ആണ് നഷ്ടശതമാനം. ഓക്കെ. നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഓക്കെ. നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ചെയ്യുമ്പോൾ നഷ്ടം എത്രയാ? 30,000 മൈനസ് 2,700 27,000 അല്ലേ, ബൈ 30,000. വാങ്ങിയ വിലയാണ് 30,000 ഇൻറ്റു 100. മേളിൽ എത്ര ഒരു 30,000 27,000 പോയാൽ 27,000 പോയാൽ എത്രയാ? 3,000 അല്ലേ. 3,000 ബൈ 30,000 ഇൻറ്റു 100. അപ്പോൾ എത്ര പെർസെൻറ്റേജ് നഷ്ടം പറ്റി പുള്ളിക്ക്? 10% കിട്ടും അല്ലേ. 10% നഷ്ടം സംഭവിച്ചത്. അപ്പോൾ നഷ്ടശതമാനം എത്രയാണ്? 10%. മനസ്സിലായോ? അപ്പോൾ നമ്മൾ വിറ്റ വില നഷ്ടശതമാനം അല്ലെങ്കിൽ ലാഭശതമാനം കണ്ടുപിടിക്കുന്നത് വാങ്ങിയ വിലയിലാണ്. അപ്പോൾ വാങ്ങിയ വില അല്ലെങ്കിൽ വിറ്റ വില മൈനസ് വാങ്ങിയ വില ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നഷ്ടമാണോ ലാഭമാണെന്ന് അറിയുന്നത്. മേടിച്ചതിനേക്കാളും കുറഞ്ഞ വിലക്കാണ് നിങ്ങൾ ആ സാധനം വിറ്റതെങ്കിൽ നഷ്ടവും, മേടിച്ചതിനേക്കാൾ കൂടിയ വിലക്കാണ് നിങ്ങളുടെ സാധനം വിറ്റെങ്കിൽ നിങ്ങൾക്ക് ലാഭവുമായിരിക്കും സംഭവിച്ചേക്കുന്നത്. ഓക്കെ. ഇപ്പം ലാഭശതമാനം കണ്ടുപിടിക്കാൻ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. നഷ്ടശതമാനം കണ്ടുപിടിക്കാനായിട്ട് എന്താണ്? നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 50,000 രൂപ വിലയുള്ള ഒരു അലമാര 40,000 രൂപയ്ക്ക് വിൽക്കുമ്പോൾ നഷ്ടശതമാനം എത്ര? അപ്പോൾ നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കണം? നഷ്ടശതമാനം എന്ന് പറഞ്ഞാൽ നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 അല്ലേ. അപ്പോൾ നഷ്ടം എത്രയാണ്? 50,000 മൈനസ് 40,000 ബൈ 50,000 അല്ലേ ഇൻറ്റു 100. അതിന് മുന്നേ 50,000 മൈനസ് 40,000 എത്രയാണ്? 10,000 അല്ലേ. 10,000 ബൈ 50,000 ഇൻറ്റു 100. 2 0 പോയി, ഇവിടുത്തെ 2 0 പോയി, ഇവിടുത്തെ പോയി. അപ്പോൾ എത്രയാണ്? 25 100 അപ്പോൾ എത്ര പെർസെൻറ്റേജ് കിട്ടി നമുക്ക് ആൻസർ? 20%. അപ്പോൾ 20% നഷ്ടമാണ് ആ സാധനം വിറ്റപ്പോൾ കിട്ടിയത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ. ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ 20% നഷ്ടമാണ് ആ സാധനം വിറ്റപ്പോൾ അയാൾക്ക് സംഭവിച്ചത്. ഓക്കെ. നഷ്ടശതമാനം കണ്ടുപിടിച്ചു. ഇനി അടുത്തത് 50,000 രൂപ പരസ്യവില. പരസ്യവില ഡിസ്കൗണ്ട് കണ്ടുപിടിക്കേണ്ട പരസ്യവില അല്ലേ. പരസ്യവിലയുള്ള ഒരു അലമാര 45,000 രൂപയ്ക്ക് നൽകിയാൽ എത്ര ഡിസ്കൗണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ എത്ര ശതമാനം ഡിസ്കൗണ്ടാണ് അതിനുള്ളത്? 50,000 രൂപയാണ് നിങ്ങളുടെ
ആ അലമാരയുടെ പരസ്യവില. ഓക്കെ, പരസ്യവില അതാണ് 45,000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ എത്ര ശതമാനം ഡിസ്കൗണ്ട് എന്നാണ് അവിടെ പറയുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ കടയിൽ എഴുതി വെച്ചതാണ് അല്ലേ ഡിസ്കൗണ്ട് ഇത്ര എന്ന്. അപ്പോൾ ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യണേ? ഡിസ്കൗണ്ട് ശതമാനം ഡിസ്കൗണ്ട് ബൈ പരസ്യവില അല്ലേ. പരസ്യവില, വാങ്ങിയ വിലയല്ല, പരസ്യവില ഇൻറ്റു 100. നമുക്ക് ഡിസ്കൗണ്ട് ഇവിടെ എത്രയാണ്? 50,000 മൈനസ് 40,000 ബൈ പരസ്യവില എത്രയാണ്? 50,000 ഇൻറ്റു 100. അപ്പം നമുക്ക് 10,000 കിട്ടും മേളിലല്ലേ. 10,000 ബൈ 50,000 ഇൻറ്റു 100. 20 ഈ 20 പോയി. അപ്പോൾ എത്ര വന്നു? 25 100. അപ്പോൾ 20% അവിടുത്തെ ഡിസ്കൗണ്ട്. നമ്മൾ കടയിലൊക്കെ എഴുതി വെച്ചിട്ടില്ലേ 20% ഡിസ്കൗണ്ട് എന്ന് എഴുതി വെച്ചാൽ കാണാൻ പാടില്ല. അപ്പോൾ 20% ഡിസ്കൗണ്ടിലാണ് അവിടെ ആ അലമാരി കച്ചവടം നടന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2,000 രൂപ പരസ്യവിലയുള്ള ഒരു സാധനം 1,600 രൂപയ്ക്ക് നൽകിയാൽ ഡിസ്കൗണ്ട് എത്ര? അപ്പോൾ ഡിസ്കൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്കൗണ്ട് ഈസ് ഈക്വൽ ടു എത്രയാണ്? ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അപ്പോൾ 2,000 മൈനസ് 1,200 അതല്ലേ ഡിസ്കൗണ്ട് കിട്ടിയത്, ബൈ 2,000 ഇൻറ്റു 100 അല്ലേ. 2,000 മൈനസ് 1,600 ബൈ 2,000 ഇൻറ്റു 100. 2,000 മൈനസ് 1,600 എത്രയാണ്? 400 അല്ലേ. മേളിൽ 400 വരും, താഴെ 2,000 വരും ഇൻറ്റു 100. 2 0 പോയി, 2 0 പോയി, ഒരു 0 ഇവിടെ പോയി, ഒരു 0 ഇവിടെ പോയി. അപ്പോൾ 40 2 വെട്ടിക്കഴിഞ്ഞാൽ 20 2 40. അപ്പോൾ അവിടെയും 20% ഡിസ്കൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ ആണ് 20% ഡിസ്കൗണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത്, ഇപ്പോൾ നമ്മുടെ ഒരു അലമാരി മേടിക്കുകയാണ്. 19,000 രൂപ വിലയുള്ള ഒരു അലമാരയ്ക്ക് 1,000 രൂപ ലോഡിംഗ് ചാർജ് നൽകി കടയിലെത്തിച്ചു. ആ അലമാര 22,000 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? അതായത് 19,000 രൂപ വിലയുള്ള അലമാരിക്ക്, പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിന്ന് ചിലവായി ആ അലമാരി അവിടെ കൊണ്ടുവരാൻ ലോഡിങ്, ഈ ലോഡ് എടുക്കുകയും ചെയ്യുന്നവർക്ക് നമ്മൾ കാശ് കൊടുക്കണ്ടേ ലോഡിങ്ങിൻ്റെ. അപ്പോൾ ലോഡിങ് ചാർജ് ഒരു 1,000 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഏതിലേക്ക് വരണം? നമുക്ക് ചിലവായ കാശാണല്ലേ. നമ്മൾ വണ്ടി എടുത്ത് അല്ലെങ്കിൽ നമ്മൾ പെട്രോൾ അടിച്ച് നമ്മുടെ വണ്ടിയിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ പെട്രോൾ മേടിച്ച കാശും ഏതായി, അല്ല ഓട്ടോറിക്ഷ വിളിച്ചാൽ കൊണ്ടുവരുന്നത്, ആ ഓട്ടോറിക്ഷ കാശും ഏതിൻ്റെ കൂടെ വരും? നമ്മുടെ ചിലവായ കാശ്, ആ വാങ്ങിയ വിലയിലേക്ക് നിങ്ങൾ ആഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ വാങ്ങിയ വില എന്ന് പറയുമ്പോൾ ടോട്ടൽ നമുക്ക് എത്ര ചിലവായിട്ടുണ്ട്? 19,000 പ്ലസ് 1,000 കൂടെ വന്നിട്ട് 20,000 രൂപ നമുക്ക് ചിലവായിട്ടുണ്ടല്ലേ. ടോട്ടൽ 20,000 രൂപ നമുക്ക് ചിലവായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം, അതായത് നമുക്ക് അനുബന്ധ ചിലവുകൾ, ഈ സാധനം മേടിക്കുമ്പോൾ വരുന്ന അനുബന്ധ ചിലവുകൾ, അതായത് ഇത് എടുത്തുകൊണ്ട് വരുന്ന ചിലവ്, അല്ലെ അത് കൊണ്ടുവരുന്ന ആക്ക് കൊടുക്കുന്ന കാശ്, ലോഡിങ് കാശ്, നിങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ടിരുന്നെങ്കിൽ അതിൻ്റെ കാശ്, അല്ലെങ്കിൽ നിങ്ങൾ ലോറി ആണെങ്കിൽ ലോറിയുടെ കാശ്, ബസ് ടിക്കറ്റ് ആണെങ്കിൽ ബസ് ടിക്കറ്റ്, അല്ലെങ്കിൽ ഈ സാധനം നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കാശ്, അല്ലെങ്കിൽ അതിൽ നിങ്ങൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാശ് ചിലവായി, അതെല്ലാം എന്തിൽ വരും? നമ്മുടെ മുടക്കുമുതലാണല്ലേ. അതായത് വാങ്ങിയ വിലയിൽ അതൊക്കെ നിങ്ങൾ ആഡ് ചെയ്തോണം. അതെല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ വിറ്റ വില തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എത്ര വന്നു? ഒരു 19,000 രൂപ സാധനത്തിൻ്റെ വിലയും വന്നു, 1,000 രൂപ എവിടെയും വന്നു, നമ്മളെ കടയിൽ കൊടുത്ത കാശും വന്നു അല്ലേ. ഇറക്ക് കാശ് അല്ലെങ്കിൽ നമ്മുടെ ലോഡിങ് ചാർജും കൊടുത്തപ്പോൾ 20,000 രൂപ നമുക്ക് ചിലവായിട്ടുണ്ട്. നമ്മൾ വിറ്റ വില എത്രയാണ്? 22,000 അല്ലേ. 22,000-ത്തിനാണ് വിറ്റ്. അപ്പോൾ ലാഭം എത്ര വരും? 22,000 മൈനസ് 20,000 അല്ലേ. അപ്പോൾ 2,000 രൂപ നമുക്കിവിടെ ലാഭം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശതമാനം എങ്ങനെ കണ്ടുപിടിക്കാം? ലാഭം ബൈ വിറ്റ വില. ഓക്കെ, ലാഭം ബൈ വിറ്റ വിലയല്ലേ ശതമാനം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2,000 ബൈ വിറ്റ വിലയല്ല, വാങ്ങിയ വില. ലാഭം ബൈ വാങ്ങിയ വിലയാണ് നമ്മുടെ ശതമാനം. തെറ്റിക്കല്ലേ. ലാഭം ബൈ വാങ്ങിയ വിലയാണ് നമ്മുടെ ലാഭ ശതമാനം. അപ്പോൾ ലാഭം 2,000 ആണ്. 2,000 ബൈ വാങ്ങിയ വില എത്രയാണ് നമ്മുടെ? 20,000 അല്ലേ. 20,000 ഇൻറ്റു 100. 0 2 പോയി, ഇവിടുത്തെ 2 0 പോയി, ഈ 2 0 പോയി. അപ്പോൾ 20 ബൈ 2 10%. ഓക്കെ, അപ്പോൾ അതായത് 10% ലാഭം കിട്ടിയിട്ടുള്ളൂ പുള്ളിക്ക്. 10% ലാഭം. നിങ്ങൾ തെറ്റിക്കരുത്. 19,000 വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്യാൻ നേരത്ത് വാങ്ങിയ വില എന്ന് പറഞ്ഞിട്ട് 19,000 എടുത്ത് ചെയ്താൽ നിങ്ങളുടെ ആൻസർ മൊത്തം തെറ്റിപ്പോകും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4,500 രൂപ വിലയുള്ള ഒരു മെഷീന് 500 രൂപ ലോറി കാശ്, ഞാൻ പറഞ്ഞില്ലേ ലോറി കാശ് അല്ലെ ഓട്ടോറിക്ഷ കാശ് കൊടുത്തു. മെഷീൻ 6,000 രൂപയ്ക്ക് വിറ്റു. അത് കഴിഞ്ഞിട്ട് പുള്ളി 4,500 രൂപ വിലയുള്ള മെഷീൻ എടുത്തു. 4,500 രൂപ മെഷീൻ ഉണ്ട്, പ്ലസ് എത്ര ചിലവായി? 500ഓളം ചിലവായി അല്ലേ. അപ്പോൾ 5,000 രൂപയാണ് പുള്ളിക്ക് ചിലവായിരിക്കുന്നത്. അപ്പോൾ 5,000 രൂപ, 4,500 രൂപ മെഷീൻ്റെ വിലയും 500 രൂപ ലോറി കാശ് വണ്ടിക്കാശും കൊടുത്തു. എന്നിട്ട് എത്രയ്ക്ക് വിറ്റേ? 6,000-ന് വിറ്റു. അപ്പോൾ നമ്മുടെ ലാഭം എത്രയാണ്? 6,000 മൈനസ് 5,000 അല്ലേ. 6,000 മൈനസ് 5,000 എന്ന് പറഞ്ഞാൽ 1,000 രൂപ പുള്ളിക്ക് ലാഭം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ശതമാനം എത്ര വരും?
1000 ഇനി ഞാൻ ഇക്വേഷൻ ഒന്നും എഴുതുന്നില്ല. മേടിച്ചത് എത്രയാണ്? 4500 മേടിച്ചെന്നല്ല, 4500 എത്രയാണ് മേടിച്ചത്? ഇപ്പോൾ ശരിക്കും 4500 + 500 5000-ത്തിനാണ് നമ്മൾ ആ സാധനം മേടിച്ചത്. അല്ല, നമുക്ക് മൊത്തം ചിലവായത് 5000-ത്തിനാണ്. അപ്പോൾ 1000/5000 2 0 3 0 പോയി അല്ലേ. 1/5 1/5 × 100 അല്ലേ. അപ്പോൾ 100/5 എന്ന് പറഞ്ഞാൽ 20. അപ്പോൾ 20% നമുക്ക് ഇതിലുള്ള ലാഭം. ഓക്കെ, 20% അയാൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ലാഭം കിട്ടിയിട്ടുണ്ടെന്നാണ് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു സാധനം മേടിക്കുമ്പോൾ കൊടുക്കുന്ന ചിലവുകൾ, അനുബന്ധ ചിലവുകൾ, അതിൻ്റെ കൂടെ എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് വരുന്ന ചിലവുകൾ, അല്ലെങ്കിൽ ഒരു സാധനം മേടിച്ചിട്ട് അതിലേക്ക് കുറേ സാധനങ്ങൾ നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇത്ര രൂപ ചിലവായി എന്ന് പറഞ്ഞാൽ അതെല്ലാം വാങ്ങിയ വിലയായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്തേക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് അടുത്തൊരു ടൈപ്പാണ്. ഈ 50,000 രൂപ വിലയുള്ള സ്കൂട്ടർ 20% ലാഭത്തിൽ വിറ്റാൽ വിറ്റ വില എത്ര? അപ്പോൾ 50,000 രൂപ എന്ന് പറഞ്ഞാൽ 50,000 രൂപ എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജാണ്? അതിൻ്റെ 100% അല്ലേ. ആ സാധനത്തിന്, ആ സ്കൂട്ടറിന് 100% വില എന്ന് പറയുന്നതാണ് ഈ 50,000. നമ്മൾ 20% ലാഭം കിട്ടി എന്ന് പറഞ്ഞാൽ 100 + 20 അല്ലേ, 120%-ലാണ് പുള്ളിയെ വണ്ടി വിറ്റേക്കുന്നത്. മനസ്സിലായോ? ഒരു സാധനത്തിൻ്റെ ഒറിജിനൽ വില എന്ന് പറഞ്ഞാൽ 100%. നമ്മൾ പെർസെൻറ്റേജ് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഞാൻ, ഒരു സാധനത്തിൻ്റെ ഒറിജിനൽ വില എന്ന് പറഞ്ഞാൽ 100 പിന്നെ അതിലേക്ക് എത്ര കൂടി വരുന്നത് വേറെയാണ്. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ സ്കൂട്ടറിൻ്റെ ഒറിജിനൽ വില 100%. അയാളത് വിറ്റത് എത്ര പെർസെൻറ്റേജ് ലാഭത്തിലാണ്? 20% ലാഭത്തിൽ വിറ്റെന്ന് പറഞ്ഞാൽ ആ വണ്ടി വിറ്റത് എത്ര പെർസെൻറ്റേജ് വിലയ്ക്കാണ്? 120% വിലയ്ക്കാണ്. അപ്പോൾ 120% എത്ര? നമ്മുടെ 50,000. ഓക്കെ, നിങ്ങൾക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സോറി, 120% അല്ല നമുക്ക് 50,000, 100% 50,000 അല്ലേ. 100% 50,000. ഓക്കെ, അപ്പോൾ 100%, അപ്പം നമ്മൾ ഇങ്ങനെ എഴുതി 100% 50,000. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 120% കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എത്ര വരും? 50,000 × 120/100. മനസ്സിലായോ? അതായത് ഒരു സാധനത്തിൻ്റെ യഥാർത്ഥ വില എന്ന് പറയുന്നത് എത്രയാണ്? യഥാർത്ഥ വില എന്ന് പറയുന്നത് 100% എത്രയും ലാഭത്തിൽ വിറ്റാൽ ആ ലാഭം 100നോട് കൂട്ടിയാൽ മതി. ഇപ്പം നിങ്ങൾ നഷ്ടത്തിൽ വിടണേ അത് കുറച്ചോണം. അപ്പോൾ 20% നഷ്ടത്തിലാണ് വിറ്റതെന്ന് പറഞ്ഞാൽ അത് 80% വിലയ്ക്കാണ് വിറ്റിരിക്കുന്നത്. അത് നിങ്ങൾ ഓർത്തോണം. അപ്പോൾ 20% ലാഭത്തിൽ വിറ്റെന്ന് പറഞ്ഞാൽ 100% എന്നുള്ളത് 120% ആയി. ഓക്കെ, അപ്പോൾ 120% വിറ്റ വില. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത് എത്ര രൂപയ്ക്ക് വിറ്റേന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 100% 50,000 തൊട്ട് 120% നമുക്ക് അറിയില്ല. ഇത് കട്ട് ചെയ്യുക. അപ്പോൾ എത്ര വന്നു? 500 × 120 എന്ന് വരുന്നു അല്ലേ. 500 × 120 നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. എത്ര കിട്ടും? 500 × 120. അപ്പോൾ നിങ്ങൾ 12 × 5 ചെയ്താൽ മതി. 12 × 5 60 നമുക്കറിയാം. പിന്നെ 3 0 ഇട്ടാൽ മതി അല്ലേ. അപ്പോൾ 60,000 അല്ലേ. അപ്പോൾ 60,000 രൂപയ്ക്കാണ് പുള്ളി ആ സ്കൂട്ടർ വിറ്റത്. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ എത്ര പെർസെൻറ്റേജ് ലാഭം എന്ന് പറഞ്ഞാൽ അത്രയും 100ൻ്റെ കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ അത് അടുത്ത ക്വസ്റ്റ്യൻ. 30,000 രൂപ വിലയുള്ള കസേര 5% ലാഭത്തോട് വിറ്റു. അപ്പോൾ നിങ്ങൾ എത്രയെന്ന് എഴുതണം അവിടെ? 5% ലാഭത്തോട് വിറ്റു എന്ന് പറഞ്ഞാൽ അപ്പോൾ 100% നിങ്ങളുടെ 30,000 രൂപ. ഓക്കെ, 30,000 രൂപയാണ് 100%. അപ്പോൾ 5% ലാഭം എന്ന് പറയുമ്പോൾ എത്ര പെർസെൻറ്റേജാണ്? 105%. 105% നിങ്ങൾ വിറ്റത് അല്ലേ. 5% ലാഭം എന്ന് പറഞ്ഞാൽ 105% രൂപയ്ക്കാണ് നമ്മൾ ആ സാധനം വിൽക്കുന്നത്. അപ്പോൾ ഈ 105% എത്ര കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 30,000 × 105/100. ഓക്കെ, ഈ 0 പോയി, ഈ 0 പോയി. ഇനി 105 × 3 അല്ലേ. 105 × 3 എന്ന് പറയുമ്പോൾ 5 3 15, 3 അല്ല 1 3 315 ഇടുക. പിന്നെ എത്ര 0 ചേർക്കണം? 2 0. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയ ആൻസർ? 31,500 കിട്ടി അല്ലേ. 31,500 രൂപയ്ക്കാണ് പുള്ളി ആ കസേര വിറ്റത്. ഓക്കെ, ഇനി അടുത്തത് എന്താ? 5,000 രൂപ വിലയുള്ള സാധനം വിറ്റപ്പോൾ 10% നഷ്ടം പറ്റി പുള്ളിക്ക്. വിറ്റ വില എത്ര? അപ്പോൾ 5,000 രൂപയായിരുന്ന സാധനത്തിൻ്റെ വില, പക്ഷേ എന്ത് സംഭവിച്ചു? 10% നഷ്ടം സംഭവിച്ചു. വിറ്റ വില എത്ര? 5,000 രൂപ എന്ന് പറഞ്ഞാൽ എന്താണ്? 100% അല്ലേ 5,000? 100% നമ്മുടെ 5,000. നമുക്ക് എത്രയാണ് സംഭവിച്ചേ? 10% നഷ്ടം. അപ്പം 100 - 10 അല്ലേ. 90% വിറ്റത് കാരണമല്ലേ 10% നഷ്ടം സംഭവിച്ചേ. അപ്പോൾ 90% പുള്ളി വിറ്റത്. അത് നമുക്കറിയില്ല. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ അല്ലേ. 5,000 × 90/100. 0 0 പോയി. ഓക്കെ, 500 × 9. അപ്പോൾ 9 × 5 45. 45 എത്ര 0 ഇടുക? 2 0. 4,500 രൂപയ്ക്കാണ് പുള്ളി ആ സാധനം വിറ്റത്. ഓക്കെ, 4,500 രൂപയ്ക്ക് വിറ്റത് കാരണമാണ് പുള്ളിക്ക് 10% നഷ്ടം അവിടെ സംഭവിച്ചത്. ഓക്കെ,
അപ്പോൾ നിങ്ങൾ ഓർക്കുക, നഷ്ടം എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക 100 ചെയ്യുന്ന, ലാഭം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, ലാഭം എന്ന് പറഞ്ഞാൽ കൂട്ടുക. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ വേറൊരു ടൈപ്പാണ്. നമ്മൾ ആദ്യം വാങ്ങിയ കാര്യം പറഞ്ഞത്. ഇപ്പം 9600 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% ലാഭം കിട്ടി. ഇത് വിറ്റ വിലയാണല്ലോ തന്നിരിക്കുന്നത്, വാങ്ങിയ വിലയല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ 20% ലാഭമല്ലേ. 20% ലാഭം എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 100 + 20 എന്ന് എഴുതാമെന്നല്ലേ ഞാൻ പറഞ്ഞേ. അപ്പോൾ 120%. 120% നമുക്ക് എത്ര? 120% 9600 അല്ലേ. 120%, 20% ലാഭത്തിൽ വിറ്റപ്പോഴാണ് 9600 രൂപ ആയത് അല്ലേ. 9600 രൂപയ്ക്ക് വിറ്റപ്പോഴാണ് 20% ലാഭം കിട്ടിയത്. അപ്പോൾ 120% എന്ന് പറയുന്നതാണ് 9600. നമുക്ക് അതിൻ്റെ ശരിക്കുള്ള വിലയല്ലേ അറിയണ്ടേ. ശരിക്കുള്ള വില നമുക്കറിയില്ല. 100 അല്ലേ ശരിക്കുള്ള വില. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 9600 × 100/120. മനസ്സിലായല്ലോ. 0 വെട്ടുക. ഇനി ഇത് നിങ്ങൾ കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിയുമ്പം എത്ര വരും? 9600. ഇനി നമുക്ക് ഇവിടെ ഒരു 5 വരും അല്ലേ. 5, ഇവിടെ 6, 3, 3, 2, 6 അല്ലേ. ഇനി 9600 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 4, 8, 4800. ഇനി ഈ 3 വെച്ച് കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 10 വരും. 16, 1600 അല്ലേ. 1600 × 5. 1600 × 5 എന്ന് പറയുമ്പോൾ 8000. ഓക്കെ, അപ്പോൾ 8000 രൂപയാണ് ഈ ബാഗിൻ്റെ വാങ്ങിയ വില. ഓക്കെ, 8000 രൂപയാണ് ഈ ബാഗിൻ്റെ വാങ്ങിയ വില. മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഒരു സെക്കൻഡ്. ഇതിൽ 4 ഓക്കെ കറക്റ്റാണ്. ഒരു സാരി 625 രൂപയ്ക്ക് വിറ്റപ്പോൾ 25% ലാഭം ഉണ്ടായെങ്കിൽ സാരിയുടെ യഥാർത്ഥ വില എത്ര ശതമാനം ലാഭം? 25% ലാഭം. 25% ലാഭം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 125%. അതാണ് 625 അല്ലേ. വിറ്റ വില 125%ത്തിലാണ്. 125 625. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ യഥാർത്ഥ വില. യഥാർത്ഥ വില എന്ന് പറഞ്ഞാൽ 100%. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ. അപ്പോൾ 625 × 100 വരും അല്ലേ. ഈ 100 അങ്ങോട്ടല്ലേ പോകണേ. 625 × 100/125. ഓക്കെ, 625 × 100/125. അപ്പോൾ എത്ര വരും? ഇത് ചെയ്താൽ നിങ്ങൾ ചെയ്തോണം. ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട ആൻസർ 500 എന്ന് കിട്ടും. ഓക്കെ, 500 രൂപയായിരുന്ന സാരിയുടെ യഥാർത്ഥ വില. ഇത് നിങ്ങൾ കട്ട് ചെയ്താൽ മതി. ഇവിടെ കട്ട് ചെയ്ത് കാണിക്കാം. 125 5 അല്ലേ. 125 5 625 അല്ലേ. 125 5 625. അപ്പോൾ 5 × 100 500 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ. അപ്പോൾ നിങ്ങൾ ഇത്രയും ഓർക്കുക. ലാഭമാണെങ്കിൽ ആ ലാഭം എന്ത് ചെയ്യുക? 100ൻ്റെ കൂടെ കൂട്ടുക. നഷ്ടമാണെങ്കിൽ അത് എന്ത് ചെയ്യുക? 100ൽ നിന്ന് കുറയ്ക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. ഒരു കൂട 120 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% ലാഭമുണ്ടായി എങ്കിൽ കൂടയുടെ യഥാർത്ഥ വില എത്ര? ഓക്കെ, അപ്പോൾ നമ്മുടെ 120 രൂപയ്ക്ക് വിറ്റപ്പോൾ എത്ര ശതമാനം? 20%. അപ്പോൾ 120% ആണ് നമ്മുടെ 120 അല്ലേ. 120% ആണ് 120. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 100% അല്ലേ. യഥാർത്ഥ വില കണ്ടുപിടിക്കണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 120 100 × 120/120 അല്ലേ. അപ്പോൾ 120 കിട്ടിപ്പോയി അല്ലേ. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 100 കിട്ടും. അപ്പോൾ കുടയുടെ യഥാർത്ഥ വില എത്രയായിരുന്നു? 100 രൂപയായിരുന്നു. കിട്ടിയല്ലോ. 100 രൂപയായിരുന്നു കുടയുടെ യഥാർത്ഥ വില. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ബാഗ് 400 രൂപയ്ക്ക് വിറ്റപ്പോൾ 100 രൂപ നഷ്ടമായി എങ്കിൽ നഷ്ടശതമാനം എത്ര? ഒരു ബാഗ് 400 രൂപയ്ക്ക് വിറ്റപ്പോൾ എത്ര നഷ്ടം വന്നു? 100 രൂപ നഷ്ടം വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ അറിയാവുന്നത്? വിറ്റ വില അറിയാം അല്ലേ. വിറ്റ വില എത്രയാണ്? 400. ഓക്കെ, നഷ്ടം 100. നമുക്ക് എന്താ നഷ്ടശതമാനത്തിൻ്റെ ഇക്വേഷൻ എന്താ? ഇവിടെ നിങ്ങൾ തെറ്റിക്കുന്നത്. നഷ്ടശതമാനം എന്ന് പറഞ്ഞാൽ നഷ്ടം ബൈ വാങ്ങിയ വില. ഓക്കെ, × 100. ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? വിറ്റ വിലയിൽ തന്നിരിക്കുന്നത്. വിറ്റ വില 400 ആണ്. 400 രൂപയ്ക്ക് വിറ്റപ്പോൾ എത്ര നഷ്ടം വന്നെന്നാണ് പറഞ്ഞേക്കുന്നത്? 100 രൂപ നഷ്ടം വന്നു. അപ്പോൾ വാങ്ങിയ വില എത്രയായിരിക്കണം? നഷ്ടം കൂട്ടിയ പോലെ വിറ്റ വിലയോടെ. അപ്പോൾ 400 + 100 എത്രയാണ് വാങ്ങിയ വില? 500 ആണല്ലേ. 500 നമ്മുടെ വാങ്ങിയ വില. അപ്പോൾ 500. ഓക്കെ, നഷ്ടം എത്രയാണ്? 100/500 × 100 അല്ലേ. അപ്പോൾ 25 100 20% നഷ്ടമാണ് പുള്ളിക്ക് സംഭവിച്ചേക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, ഒരു ബാഗ് 400 രൂപയ്ക്ക് വിറ്റു. 100 രൂപയാണ് നഷ്ടം സംഭവിച്ചത്. അപ്പോൾ വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിറ്റ വില പ്ലസ് നഷ്ടം. ഓക്കെ, ലാഭമായിരുന്നെങ്കിൽ വിറ്റ വില മൈനസ് ലാഭം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
ഒരു കുട 100 രൂപയ്ക്ക് വിറ്റപ്പോൾ 10 രൂപ നഷ്ടമായി. നഷ്ടശതമാനം എത്ര? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 10/100 + 10 അല്ലേ? അല്ലേ? അപ്പോൾ വാങ്ങിയ വില എങ്ങനെ കണ്ടുപിടിക്കാം? 100 രൂപയിൽ നഷ്ടമാണ് കൂട്ടി, അപ്പോൾ 110 കിട്ടും. അതാണ് വന്നേക്കുന്നത്. +100. അപ്പോൾ എന്ത് കിട്ടിയ ആൻസർ? അപ്പോൾ 10/110 × 100 അല്ലേ? ഒരു പൂജ്യം പോയി. അപ്പോൾ നിങ്ങൾക്ക് 100/11 കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ, 100/11%. ഓക്കെ, അത്രയാണ് നഷ്ടശതമാനം കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യൻ 10 സാധനങ്ങളുടെ, ഇനി വേറൊരു സംഭവമാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻസ്. ഇതുപോലത്തെ 10 സാധനങ്ങളുടെ വാങ്ങിയ വില 9 സാധനങ്ങളുടെ വിറ്റ വിലയ്ക്കും തുല്യമായാൽ ലാഭശതമാനം. 10 സാധനങ്ങളുടെ വാങ്ങിയ വിലയും 9 സാധനങ്ങളുടെ വിറ്റ വിലയും തുല്യമായാൽ ശതമാനം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ലാഭശതമാനം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വ്യത്യാസം. ഓക്കെ, നിങ്ങൾക്ക് 2 നമ്പറുകൾ തന്നിട്ടുണ്ടാവും, അത് തമ്മിലുള്ള വ്യത്യാസം ബൈ വിറ്റ സാധനങ്ങളുടെ എണ്ണം. ഓക്കെ, ഇവിടെ വ്യത്യാസം എത്രയാണ്? 10 - 9. എത്ര സാധനം വിറ്റു? 9 എണ്ണം വിറ്റു. ഓക്കെ, 10. ഇതാണ് നമ്മുടെ ലാഭശതമാനം. ഓക്കെ, അപ്പോൾ എത്ര വരും? 10 - 9 1. 1/9 × 10, അതായത് 10/9% നമുക്ക് ലാഭം കിട്ടിയത്. മനസ്സിലായ ഇക്വേഷൻ? ഇപ്പോൾ നിങ്ങളോട് പറയുകയാണ്, ഇത്ര സാധനങ്ങളുടെ വാങ്ങിയ വില ഇത്ര സാധനങ്ങളുടെ വിറ്റ വിലയോട് തുല്യമാണെങ്കിൽ ലാഭശതമാനം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വ്യത്യാസം ബൈ വിറ്റ സാധനങ്ങളുടെ എണ്ണം × 100 ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 25 സാധനങ്ങളുടെ വാങ്ങിയ വില 20 സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായ ലാഭശതമാനം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വ്യത്യാസം കണ്ടുപിടിക്കുക. 25 - 20. എത്ര സാധനങ്ങളുടെ വിറ്റ വിലയാണ്? വിറ്റ വിലയിലെ താഴ്ത്തു വരണ്ട, 20. 25 - 5 എന്ന് പറഞ്ഞാൽ 5. 5/20 × 100 അല്ലേ? ഇവിടെ × 100 ഉണ്ട്. ഇത് 5 5 25. ഓക്കെ, അപ്പോൾ 25% കിട്ടും. എന്നിട്ട് 25% കിട്ടിയ 25% കിട്ടും. മനസ്സിലായോ? അപ്പോൾ എത്ര സാധനങ്ങളുടെ വാങ്ങിയ വില ഇത്ര സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായ ലാഭശതമാനം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? വ്യത്യാസം കണ്ടുപിടിക്കുക. വാങ്ങിയ എണ്ണങ്ങളുടെ വ്യത്യാസം അല്ലേ? ആ സാധനങ്ങളുടെ എണ്ണങ്ങളുടെ വ്യത്യാസം മേലെ എഴുതുക, താഴെ വിറ്റ സാധനങ്ങളുടെ എണ്ണം എഴുതുക. ഓക്കെ, ഇനി 80 ഓറഞ്ചുകളുടെ വാങ്ങിയ വില 60 ഓറഞ്ചുകളുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വ്യത്യാസം കണ്ടുപിടിക്കണം. 80 - 60 ബൈ എന്താണ്? വിറ്റ വില. വിറ്റ വിലയല്ല, വിറ്റ ഓറഞ്ചുകളുടെ എണ്ണം × 100. ഓക്കെ, വിറ്റ ഓറഞ്ചുകളുടെ എണ്ണം അല്ലെങ്കിൽ വിറ്റ എണ്ണം. ഓക്കെ, മേളിൽ വ്യത്യാസം ബൈ വിറ്റ സാധനങ്ങളുടെ എണ്ണം. ഇപ്പം നമുക്ക് 80 - 60 എന്ന് പറയുമ്പോൾ 20/60 × 100. ഒരു പൂജ്യം പോയി അല്ലേ? ഇനി 6 എന്ന് പറയുമ്പോൾ 3 2 6, ഇവിടെ 10. അപ്പോൾ 100/3 എന്ന് കിട്ടും. 100/3%. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തതുപോലെ തന്നെ 110 ഓറഞ്ച് ഉണ്ട് നമ്മുടെ കയ്യിൽ. 110 ഓറഞ്ച് വാങ്ങിയ വില 120 ഓറഞ്ചുകളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ നഷ്ടശതമാനം എത്ര? ഓക്കെ, നമ്മുടെ കയ്യിൽ സെയിം തന്നെ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ വ്യത്യാസം എടുക്കുക. ഇത് ചെയ്യുക, വ്യത്യാസം 120 - 110/120 × 100. അപ്പോൾ 120 - 110 എത്രയാണ്? 10/120 × 100. 0 പോയി. ഇനി എത്രയാണ്? ഇത് 6 ഉണ്ട് 12. 5 3 2 6 5. അപ്പോൾ 25/3. ഓക്കെ, 25/3 എന്ന് ട്രാൻസ്ഫർ. ഓക്കെ, 25/3. മനസ്സിലായോ? അപ്പോൾ 2 സാധനങ്ങളുടെ വിറ്റ വില അല്ലെ വാങ്ങിയ വില എന്താണ്? അതിൻ്റെ നമ്പറുകളാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ വ്യത്യാസം മേലെ എഴുതുക, വിറ്റ വില താഴത്ത് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? വിറ്റ വിലയല്ല, വിറ്റ എണ്ണമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, വിലയല്ല എണ്ണം. അപ്പോൾ മേളിൽ അതിൻ്റെ വ്യത്യാസം, എണ്ണങ്ങളുടെ വ്യത്യാസം മേലെ എഴുതുക. താഴത്ത് എന്തായിരിക്കണം? വിറ്റ സാധനങ്ങളുടെ എണ്ണം. ലാഭം കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നഷ്ടം കണ്ടുപിടിക്കാൻ പറഞ്ഞാലും വിറ്റ സാധനങ്ങളുടെ എണ്ണം താഴത്ത് എഴുതുക, മേളിൽ അതിൻ്റെ വ്യത്യാസം എഴുതുക × 100. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 40 സാധനങ്ങളുടെ വാങ്ങിയ വില 50 സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ നഷ്ടശതമാനം എത്ര? അപ്പോൾ നമ്മൾ എന്ത് എഴുതാം? വ്യത്യാസം മേലെ എഴുതാം. 50 - 40. വിറ്റത് എത്രണ്ണോ? 50 എണ്ണം × 100. 50 - 40 എത്രയാണ്? 10. 10/50 × 100. ഒരു പൂജ്യം പോയി. 2 5 2 10 അല്ലേ? അപ്പോൾ 20% കിട്ടും. കണ്ടോ? 20%. ഓപ്ഷൻ ഡി ആണ്. 20%ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 40 സാധനങ്ങളുടെ വാങ്ങിയ വില 50 സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണെങ്കിൽ നഷ്ടശതമാനം കണ്ടുപിടിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ 2 സാധനങ്ങളുടെ നമ്പറുകളാണ് തന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ നമ്പറുകളുടെ വ്യത്യാസം മേലെ എഴുതുക, വിറ്റ എണ്ണം താഴത്ത് എഴുതുക × 100. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത്
21 സാധനങ്ങളുടെ വാങ്ങിയ വില 18 സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായ ലാഭശതമാനം എത്ര? അപ്പോൾ എത്ര എഴുതണം മേളിൽ? 21 - 18 വ്യത്യാസം ബൈ എത്ര എണ്ണം വിറ്റു? 18 എണ്ണം വിറ്റു. ഇപ്പോൾ 20 ഇൻറ്റു 100 അല്ലേ? ഇൻറ്റു 100. 21 - 18 8 3 11 3 ഇൻറ്റു 100 ബൈ 18. അപ്പോൾ ഇത് വെട്ടി 6 വരും. അപ്പോൾ 100/6 എന്ന് പറയുമ്പോൾ 3 50 50/3%. ഓക്കെ, അത് നിങ്ങൾ ഫ്രാക്ഷൻ എത്രയാണ് നിങ്ങളുടെ ഓപ്ഷൻ തന്നിരിക്കുന്ന അനുസരിച്ച് നിങ്ങളത് കൺവേർട്ട് ചെയ്തോണം. അപ്പോൾ ഇത് 50/3%. മനസ്സിലായല്ലോ? അപ്പോൾ നമ്പറുകളാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ ഈ നമ്പറുകളുടെ വ്യത്യാസം മേലെ എഴുതുക, വിറ്റ നമ്പർ താഴത്തെ എഴുതുക, അത് ഇൻറ്റു 100 ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഈസിയാണത്. ഇനി വ്യത്യാസം, ഇനി കുറച്ച് സാധനം വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ നിങ്ങളോട് 9 സാധനങ്ങൾ വിറ്റപ്പോൾ ഒരു സാധനത്തിൻ്റെ വാങ്ങിയ വില ലാഭമായി കിട്ടി. വാങ്ങിയ വില ശ്രദ്ധിച്ചോണേ, വാങ്ങിയ വില വിറ്റ വില വരുമ്പോൾ വ്യത്യാസം വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഈ സാധനം മാറും ചെറുതായിട്ട്. അപ്പോൾ 9 സാധനങ്ങൾ വിറ്റപ്പോൾ ഒരു സാധനത്തിൻ്റെ വാങ്ങിയ വില ലാഭമായി കിട്ടിയാൽ, ഇപ്പോൾ എ സാധനങ്ങൾ വിറ്റപ്പോൾ ബി സാധനത്തിൻ്റെ വാങ്ങിയ വില ലാഭമായി കിട്ടിയാൽ B/A × 100 എടുത്താൽ മതി. സിമ്പിൾ പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? വാങ്ങിയ വില എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. വിറ്റ വില എന്നാണെങ്കിൽ ഇതല്ല ഇക്വേഷൻ മാറും. ഓക്കെ, അപ്പോൾ B/A × 100. ഇപ്പോൾ 9 സാധനങ്ങൾ വിറ്റപ്പോൾ എ സാധനങ്ങൾ വിറ്റപ്പോൾ ബി സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങിയ വില ലാഭമായി കിട്ടി അല്ലേ? എ സാധനം വിറ്റപ്പോൾ ബി സാധനത്തിൻ്റെ വാങ്ങിയ വില ലാഭമായി കിട്ടി. എ സാധനം വിറ്റപ്പോൾ ബി സാധനത്തിൻ്റെ വാങ്ങിയ വില ലാഭമായി കിട്ടിയാൽ നമ്പറുകളാണ് കേട്ടോ. അപ്പോൾ എ സാധനം വിറ്റപ്പോൾ ബി സാധനത്തിൻ്റെ വാങ്ങിയ വില ലാഭമായി കിട്ടിയാൽ B/A × 100 എന്ന് ചെയ്യുക. അപ്പോൾ ഇവിടെ ബി എത്രയാണ്? 1 ബി എ എത്രയാണ്? 9 × 100. അപ്പോൾ 100/9 എന്നാണ് നമ്മുടെ ആൻസർ. ഓക്കെ, 100/9%. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇപ്പോൾ എ സാധനങ്ങൾ വിറ്റപ്പോൾ ബി സാധനങ്ങളുടെ വിറ്റ വില ലാഭമായി കിട്ടി. ഓക്കെ, വാങ്ങിയ വിലയല്ല നമ്മൾ എഴുതിയത്. എ സാധനങ്ങൾ വിറ്റപ്പോൾ ബി സാധനങ്ങളുടെ വാങ്ങിയ വില എന്ന് ഓർത്തിരിക്കുക. എ സാധനങ്ങൾ വിറ്റപ്പോൾ ബി സാധനത്തിൻ്റെ വാങ്ങിയ വില ലാഭമായി കിട്ടിയാൽ ലാഭശതമാനം കണ്ടുപിടിക്കാനായിട്ട് B/A × 100. ഇവിടെ 5 സാധനം വിറ്റപ്പോൾ ഒരു സാധനത്തിൻ്റെ വാങ്ങിയ വില ശ്രദ്ധിച്ചോണം. 5 സാധനം വിറ്റപ്പോൾ ഒരു സാധനത്തിൻ്റെ വാങ്ങിയ വില ലാഭമായി കിട്ടിയാൽ ലാഭശതമാനം. എ സാധനം വിറ്റപ്പോൾ ബി സാധനത്തിൻ്റെ വാങ്ങിയ വില ലാഭമായി കിട്ടിയാൽ ലാഭശതമാനം B/A × 100 നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ 5 സാധനം വിറ്റപ്പോൾ ഒരു സാധനത്തിൻ്റെ വാങ്ങിയ വില കിട്ടി. അപ്പോൾ 1/5 × 100. ഓക്കെ, 1/5 × 100. അപ്പോൾ എത്ര വരും? 100/5 അല്ലേ? ഓക്കെ, അപ്പോൾ 100/5 ആയിരിക്കും ആൻസർ. 100/5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 20% അല്ലേ? 20%. 5 സാധനം വിറ്റപ്പോൾ ഒരു സാധനത്തിൻ്റെ എ സാധനം വിറ്റപ്പോൾ ബി സാധനത്തിൻ്റെ വാങ്ങിയ വില കിട്ടിയാൽ B/A × 100. അപ്പോൾ 20% നമുക്കിവിടെ ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. 80 സാധനങ്ങൾ വിറ്റപ്പോൾ 10 സാധനത്തിൻ്റെ വാങ്ങിയ വില ലാഭമായി കിട്ടി. ലാഭശതമാനം. എ സാധനം വിറ്റപ്പോൾ ബി സാധനത്തിൻ്റെ വാങ്ങിയ വില ലാഭമായി കിട്ടിയാൽ B/A × 100 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാങ്ങിയ വില വന്നാലാണ് B/A × 100. അപ്പോൾ എ എന്ന് പറയുന്നത് 80 ആണ്, വിറ്റ എത്ര? 10 ആണ്, ഇൻറ്റു 100. ഒരു 0 പോയി. അപ്പോൾ എത്ര കിട്ടി? തെറ്റിപ്പോയില്ല. B/A × 100 അല്ലേ? B/A × 100. ഓക്കെ, മാറിപ്പോയി. ബി എത്രയാണ്? 10/A 80 × 100. 0 പോയി. ഇവിടെ എത്ര വരും? 4 5 4 വെട്ടിയാൽ ഇവിടെ 5 വരും, ഇവിടെ 2 വരും. അപ്പോൾ 25/2 അല്ലേ? 12.5%. മനസ്സിലായല്ലോ? എ സാധനങ്ങൾ വിറ്റപ്പോൾ ബി സാധനത്തിൻ്റെ വാങ്ങിയ വില ലാഭമായി കിട്ടിയാൽ B/A × 100. ഓക്കെ, വാങ്ങിയ വില മറന്നു പോകരുത്, വാങ്ങിയ വില. ഇനി വിറ്റ വിലയുടെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 9 സാധനങ്ങൾ വിറ്റപ്പോൾ ഒരു സാധനത്തിൻ്റെ വിറ്റ വില ലാഭമായി കിട്ടിയെങ്കിൽ ലാഭശതമാനം എത്ര? 9 സാധനങ്ങൾ വിറ്റപ്പോൾ ഒരു സാധനത്തിൻ്റെ വിറ്റ വില ലാഭമായി കിട്ടിയാൽ ലാഭശതമാനം. അപ്പോൾ നിങ്ങളോട് പറയുകയാണ്, എ സാധനങ്ങൾ വിറ്റപ്പോൾ ബി സാധനത്തിൻ്റെ വിറ്റ വില ലാഭമായി കിട്ടി. വിറ്റ വില അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇക്വേഷൻ B/A നമ്മൾ ആദ്യം എഴുതിയ ഇവിടെ B/B - A × 100. ഓക്കെ, B - A അല്ല, A - B. B/A - B × 100. ഒന്നുകൂടെ പറയാം. നമ്മുടെ ആദ്യത്തെ കേസിൽ എ സാധനങ്ങൾ വിറ്റപ്പോൾ ബി സാധനങ്ങളുടെ വാങ്ങിയ വില ലാഭമായി കിട്ടി. അങ്ങനെ വന്നപ്പോൾ B/A × 100 എടുത്താൽ മതിയായിരുന്നു. ഇവിടെ എ സാധനങ്ങൾ വിറ്റപ്പോൾ ബി സാധനത്തിൻ്റെ വിറ്റ വിലയാണ് ലാഭമെങ്കിൽ B/A - B × 100 ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ ഏതാണ്? എ എത്രയാണ്? 9, ബി 1 ആണല്ലേ? അപ്പോൾ 1/9 - 1 × 100. അപ്പോൾ 1/8 × 100. ഓക്കെ, ഒരു 0 അല്ല, 0 പോലില്ല. അപ്പോൾ ഇവിടെ എത്ര വരും? 4 50 അല്ലേ? 4 2 25
2 വെട്ടിയിട്ട് എത്ര വന്നു? 12.5%. ഓക്കെ, മനസ്സിലായോ? എ സാധനങ്ങൾ വിറ്റപ്പോൾ ബി സാധനങ്ങളുടെ വാങ്ങിയ വില ലാഭമായി കിട്ടിയാൽ B/A×100ഉം, എ സാധനങ്ങൾ വിറ്റപ്പോൾ ബി സാധനത്തിൻ്റെ വിറ്റ വില ലാഭമായി കിട്ടിയാൽ B/A-B×100ഉം ആയിരിക്കും. B/A-B×100. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 70 കസേരകൾ വിറ്റപ്പോൾ 10 എണ്ണത്തിൻ്റെ വിറ്റ വില ലാഭമായി കിട്ടി. എ കസേര വിറ്റപ്പോൾ ബി കസേരയുടെ എണ്ണത്തിൻ്റെ വിറ്റ വില ലാഭമായി കിട്ടിയാൽ B/A-B×100 ആയിരിക്കും. നമുക്കറിയാം B/A-B×100. അപ്പോൾ ബി എത്രയാണ്? 10/70-10 × 100. ഓക്കെ, 10/60 × 100. ഒരു 0 പോയി. ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ 100/6 എന്ന് വരും. 100/6. ഓക്കെ, ഇത് 3 വരും. ഇവിടെ 5. 50/3. 50/3%. ഓക്കെ, ചെയ്തോളാം. അടുത്ത ക്വസ്റ്റ്യൻ. 50 പേനകൾ വിറ്റപ്പോൾ 10 എണ്ണത്തിൻ്റെ വില, എണ്ണത്തിൻ്റെ വിലയാണ്, വെറും വിലയല്ല, വിറ്റ വില ലാഭമായി കിട്ടി. 50 പേനയാണ് വിറ്റത്. എ പേന വിറ്റപ്പോൾ ബി പേനയുടെ വില ലാഭമായി കിട്ടിയാൽ B/A-B×100 എടുത്താൽ മതി. നമുക്കറിയാം അപ്പോൾ ബി എത്രയാണ്? 10/50 - 10 × 100 അല്ലേ? 10/40 × 100. ഓക്കെ, ഒരു 0 പോയി. ഇത് വെട്ടിയിട്ട് ഇവിടെ 5 വരും, ഇവിടെ 5 വരും. അപ്പോൾ 25%. ഓപ്ഷൻ എ ആണ് ആൻസർ. 25% കിട്ടി. ചെയ്തോണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കിന്ന് നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ലാഭം നഷ്ടത്തിൻ്റെ പകുതി എത്തി. ഇനി ഒരു 30 ക്വസ്റ്റിനോടെ നമുക്ക് ചെയ്യാനുണ്ട്. അത്ര തന്നെ കഴിഞ്ഞാൽ ഈ ലാഭവും നഷ്ടം എന്ന് പറയുന്ന ടോപ്പിക്ക് തീരും. ഓക്കെ, അപ്പോൾ അത് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. ഓക്കെ, താങ്ക് യു.